നമുക്ക് കേൾക്കാം മംഗലശ്ശേരി നീലകണ്ഠന് എന്താണ് പറയാനുള്ളതെന്ന്. ലാലേട്ട. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷം ഇത്തരത്തിലൊരു ചടങ്ങിലെത്തിപ്പെടാനും ഈ നിലയിലേക്ക് എത്തിപ്പെടാനും ഒക്കെ സഹായിച്ച് സർവേശ്വരനോട് നന്ദി പറയുന്നു. മലയാള മനോരമയ്ക്ക് നന്ദി പറയുന്നു, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും ഇന്ത്യൻ സിനിമ 100 വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ ചടങ്ങ് നടക്കുന്നത്. മലയാള സിനിമ 75 മുതൽ 80 വർഷം വരെയായി. 75 വർഷം ആഘോഷിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ 35 വർഷം ഞാനും ഉണ്ട് എന്ന് പറയുന്നത് ഒരു അഭിനേതാവ് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളെന്ന രീതിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് ഞാൻ കണക്കാക്കുന്നു. അതിന് കാരണക്കാരായ ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ നിർമ്മാതാക്കൾ, ഞങ്ങളുടെ സംവിധായകർ, എഴുത്തുകാർ, കൊളീഗ്സ്, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ, അവർക്കൊക്കെ ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത്. എനിക്കായാലും മമ്മൂട്ടിക്കൊക്കെ ആയാലും ഏറ്റവും നല്ല കാലഘട്ടം. ഇപ്പം മോശം എന്നല്ല പറയുന്നത്, പക്ഷേ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രജാപതികളായ ഒരുപാട് കലാകാരന്മാർ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നത്. അതിൽ ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞൊരു കാര്യം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ആ കൂട്ടത്തിൽ വളരെയധികം ഭാഗ്യം സിദ്ധിച്ച ഒരു നടനായിട്ടാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. കാര്യം മലയാളത്തിലെ ഇപ്പം സത്യൻ മാസ്റ്റർ ഒഴിച്ചാൽ ബാക്കി വളരെ പ്രാധാന്യം അർഹിക്കുന്ന എല്ലാവരുമായിട്ടും, തിക്കുറിശി സാറായിട്ട്, SP പിള്ള, അല്ലെങ്കിൽ അടൂർ ഭാസി, ബഹദൂർ, ഉമ്മക്ക, നസീർ സാർ, മധു സാർ തുടങ്ങി വളരെയധികം, അന്നത്തെ ഏറ്റവും വലിയ കൊട്ടാരക്കര ശ്രീധരൻ നായർ, അവരൊക്കെ ആയിട്ട് ഒരു സ്ക്രീൻ സ്പേസ് പങ്കിടാൻ എനിക്ക് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഗുരുത്വമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ തമിഴിൽ ഏറ്റവും മഹാനടനായ ശിവാജി ഗണേശൻ സാർ, അദ്ദേഹമായിട്ട് എനിക്ക് സിനിമ അഭിനയിക്കാൻ സാധിച്ചു. നാഗേഷ്, അദ്ദേഹമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. പക്ഷേ ആ സിനിമ മുഴുവനായില്ല. ഇപ്പം ഇവിടെ പ്രഭു സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ, ശിവാജി സാറിനെ പോലുള്ള ഒരു മഹാനടൻ്റെ വാക്കുകൾ ഞങ്ങളെപ്പറ്റി അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിന് വലിയ കാര്യം തന്നെയാണ്. എന്നെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അതുപോലെ തെലുങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയൊരു പ്രഗത്ഭനായ നടനാണ് നാഗേശ്വർ റാവു. അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് 90 വയസ്സായി, ഇപ്പോഴും അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. പ്രേം നസീർ, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ രാജ്കുമാർ സാർ, അദ്ദേഹമായിട്ട് വളരെയധികം ഹൃദയബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ഞാനീ പറയുന്നത് അത്തരത്തിലുള്ള ആൾക്കാരോട് അഭിനയിക്കുക മാത്രമല്ല, അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഒരു എന്താണ് ആത്മാർത്ഥത കൂടെ എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പക്ഷേ വളർന്നതുകൊണ്ടാകാം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കും വളരെയധികം കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നത്. ആ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് ഒരു നടൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എല്ലാവർക്കും വേണ്ടത്. വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സിനിമ. എല്ലാം ഭാഗ്യം എന്ന് മാത്രമല്ല, നമ്മുടെ ഒരുപാട് കഴിവുകളും നമ്മളെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ സഹായവും എല്ലാം. നേരത്തെ ഇന്നസെൻറ്റ് സാർ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ ഇന്നസെൻറ്റുമായിട്ടൊക്കെ അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിനൊക്കെ ഒരു പോറൽ പറ്റുന്നത് പോലും ഞങ്ങളെ പോലുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം വീണ്ടും ഞങ്ങളുടെ ഇടയിലേക്ക് തന്നെ വന്നു. ദൈവത്തിൻ്റെ കൃപ, ആ ദൈവത്തിൻ്റെ കൃപ ഒരിക്കൽ കൂടെ ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു. മനോരമയ്ക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.